പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മളിൽ ഭൂരിഭാഗം പേരും സമ്പാദിക്കുന്ന പണം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ബാങ്കിലെ ഏതെങ്കിലും ഒരു സേവിങ്സ് അക്കൗണ്ടിൽ അല്ലേ? അത് സുരക്ഷിതമാണ്, കുറഞ്ഞ പലിശയും കിട്ടും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ ഇടുന്ന പണം എല്ലാ ദിവസവും അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇവിടെ നിങ്ങളുടെ പണം വളരുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ സമ്പാദ്യത്തെ നിശബ്ദമായി കാർന്നു തിന്നുന്ന ആ ശത്രുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ നിശബ്ദനായ ശത്രുവിന്റെ പേരാണ് പണപ്പെരുപ്പം. എന്താണിത്? വളരെ ലളിതമായി പറയാം. കഴിഞ്ഞ വർഷം നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ ഈ വർഷം 100 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടോ? ഇല്ല. സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രൂപയുടെ എണ്ണം അത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന്റെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ കുറഞ്ഞു എന്നതാണ്. നിങ്ങളുടെ പണം ബാങ്കിലിരിക്കുമ്പോഴും പുറത്ത് മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലക്കയറ്റത്തെ തോൽപ്പിക്കാൻ നിങ്ങളുടെ പണത്തിന് കഴിയുന്നില്ല എങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം പോവുകയാണ്. നമുക്ക് ചില കണക്കുകൾ നോക്കാം, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. സാധാരണയായിട്ട് ഇന്ത്യയിലെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശ എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 3% മുതൽ 4% വരെയാണ്. ഇന്ത്യയിലെ ശരാശരി പണപ്പെരുപ്പം എന്നത് 5% മുതൽ 6% വരെയാണ്. ഇനി നിങ്ങളുടെ പണത്തിന്റെ യഥാർത്ഥ വളർച്ച എങ്ങനെയാണെന്ന് കണക്കാക്കാം. യഥാർത്ഥ വളർച്ച ഈക്വൽ ടു പലിശ നിരക്ക് മൈനസ് പണപ്പെരുപ്പ നിരക്ക്. അതായത് 4 - 6 ഈസ് ഈക്വൽ ടു -2. ഇതിനർത്ഥം നിങ്ങളുടെ പണം ബാങ്കിൽ കിടന്ന് എല്ലാ വർഷവും അതിന്റെ വാങ്ങൽ ശേഷിയുടെ 2% നഷ്ടപ്പെടുന്നു എന്നാണ്. ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ ഒരു ത്രെഡ്മില്ലിൽ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നു. അത് പലിശയായിട്ട് കണക്കാക്കുക. പക്ഷേ ആ ത്രെഡ്മില്ല് നിങ്ങൾ നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ പിന്നോട്ട് ചലിക്കുകയാണ്. ഇങ്ങനെ ചലിക്കുന്നതിന് പണപ്പെരുപ്പം ആയി കണക്കാക്കാം. അവസാനം എന്ത് സംഭവിക്കും? നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം നിങ്ങൾ പിന്നോട്ട് പോകും. അപ്പോ എന്താണ് ഇവിടെ ഒരു പരിഹാരം? നിങ്ങളുടെ പണം പണപ്പെരുപ്പത്തെക്കാൾ കൂടുതൽ വളർച്ച നൽകുന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക. അത്തരം നിക്ഷേപ മാർഗങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, സ്വർണം എന്നീ നിക്ഷേപങ്ങൾ. ഈ നിക്ഷേപങ്ങൾക്ക് പണപ്പെരുപ്പത്തെ മറികടന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മികച്ച വരുമാനം നൽകാൻ കഴിയും. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, സേവിങ്സ് അക്കൗണ്ട് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ എമർജൻസി ഫണ്ട് സൂക്ഷിക്കാനും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന ചിലവുകൾക്കുള്ള പണം വെക്കാനും സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ് വേണ്ടത്. പക്ഷേ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളായ റിട്ടയർമെന്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, സേവിങ്സ് വളർത്തൽ എന്നിവയ്ക്കുള്ള പണം ഒരു സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ ഇടുന്നത് സാമ്പത്തിക മണ്ടത്തരമാണ്. ഈ പണപ്പെരുപ്പം നിങ്ങളുടെ സേവിങ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നാളെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്.